വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പാരിസൺ ആണ്. ROLAP, MOLAP, HOLAP ഈ മൂന്നും കമ്പയർ ചെയ്യാൻ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്കൊരു ടേബിൾ വെച്ചിട്ട് ഇത് മൂന്നിൻ്റെ ഡിഫറൻസസ് നോക്കാം. ഇവിടെ ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്. ആദ്യം തന്നെ ഫുൾ ഫോം ആണ് നോക്കുന്നത്. ROLAP എന്ന് പറയുന്നത് റൊട്ടേഷണൽ ഓൺലൈൻ അനലിറ്റിക്കൽ പ്രോസസ്സിംഗ് എന്നാണ്. ഇനി MOLAP എന്ന് പറയുമ്പോഴോ മൾട്ടി ഡയമെൻഷണൽ ഓൺലൈൻ അനലിറ്റിക്കൽ പ്രോസസ്സിംഗ് ആണ്. ഇനി HOLAP എന്ന് പറയുന്നത് ഹൈബ്രിഡ് ഓൺലൈൻ അനലിറ്റിക്കൽ പ്രോസസ്സിംഗ്. ഇനി ഇതിൻ്റെ സ്പീഡിൻ്റെ കേസ് എടുക്കാനാണെങ്കിൽ ROLAP എന്ന് പറയുന്നതാണ് സ്ലോവർ. ഇനി MOLAP എന്ന് പറയുന്നതോ ഫാസ്റ്റർ ആണ്. HOLAP എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് നിൽക്കുന്നതാണ്, അതായത് ഒരു മോഡറേറ്റ് ആണ്. ഇനി സ്റ്റോറേജിൻ്റെ കേസ് എടുക്കാനാണെങ്കിൽ ROLAPയിൽ റിലേഷണൽ ഡേറ്റാബേസ് ആണ് വരുന്നത്. MOLAPയിൽ മൾട്ടി ഡയമെൻഷണൽ ക്യൂബാണ് സ്റ്റോറേജിൽ വരുന്നത്. ഇനി HOLAPയിൽ എന്ന് പറഞ്ഞാൽ റിലേഷണൽ ഡേറ്റാബേസും വരുന്നുണ്ട്, അതേപോലെ തന്നെ മൾട്ടി ഡയമെൻഷണൽ ക്യൂബും വരുന്നുണ്ട്. ഇനി ഡേറ്റ സൈസിൻ്റെ കേസ് എടുക്കാനാണെങ്കിൽ ROLAPയിൽ ലാർജ് ഡേറ്റ സപ്പോർട്ട് ഉണ്ട്. MOLAPയിലോ ലിമിറ്റഡ് ആയിട്ടുള്ള ഡേറ്റ സൈസേ പറ്റത്തുള്ളൂ. ഇനി HOLAPയിലാണെങ്കിൽ ലാർജും അതേപോലെ തന്നെ സമ്മറിയും പറ്റാറുണ്ട്. ഇനി ക്വറി പെർഫോമൻസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ROLAPയിൽ ഡിപ്പെൻസ് ഓൺ ഡേറ്റാബേസ് എന്നുള്ളതാണ്. ഇനി MOLAP എന്ന് പറഞ്ഞാൽ വെരി ഫാസ്റ്റ് ആണ് ക്വറി പെർഫോമൻസ്. ഇനി HOLAP എന്ന് പറഞ്ഞാലോ ബാലൻസ്ഡ് ആണ്. ഇനി എക്സാമ്പിൾ യൂസ് പറയാനാണെങ്കിൽ റൊട്ടേഷണൽ ഓൺലൈൻ അനലിറ്റിക്കൽ പ്രോസസ്സിംഗ് യൂസ് ചെയ്യുന്നത് റിയൽ ടൈം ഡേറ്റയിലാണെങ്കിൽ മൾട്ടി ഡയമെൻഷണൽ OLAP എവിടെ യൂസ് ചെയ്യുന്നത് പ്രീ കമ്പ്യൂട്ടഡ് ആയിട്ടുള്ള അനാലിസിസിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഹൈബ്രിഡ് OLAP എവിടെ യൂസ് ചെയ്യുന്നു? ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷനിൽ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇത്രയേ ഉള്ളൂ.